ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. 2000 ഏക്കറിൽ പരന്നുകിടക്കുന്ന ലോകത്തെ ഏറ്റവും ബൃഹത്തായ സിനിമാ സ്റ്റുഡിയോ കോംപ്ലക്സ്. അതിന്റെ ഒരു ഭാഗത്തെ കാഴ്ചകൾ കണ്ട ശേഷം മറ്റൊരിടത്തെ കാഴ്ചാനുഭവങ്ങളിലേക്ക് നടക്കുകയാണ് ഞാൻ. നിരവധി സഞ്ചാരികളുണ്ട് ഇവിടെ. പലവിധ ഷോകൾ ഫിലിം സിറ്റിയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. സിനിമയിലെ സ്പെഷ്യൽ എഫക്റ്റുകൾ, ഗ്രാഫിക്സ്, സ്റ്റണ്ട് ചിത്രീകരണം എന്നിവയെക്കുറിച്ചെല്ലാം വിവരിക്കുന്ന ഷോകൾ. ലോകപ്രശസ്ത കഥാപാത്രങ്ങളുടെ പ്രതിമകൾ കാണാം ചിലയിടത്ത്. മറ്റു ചില ഭാഗത്ത് വിവിധ തീമുകളിൽ സെറ്റിട്ട് വച്ചിരിക്കുന്നു. വിവിധ പ്രദേശങ്ങളായി തോന്നിപ്പിക്കും വിധം കട്ടൌട്ടുകൾ കൊണ്ട് കെട്ടിടങ്ങൾ വരെ ഒരുക്കിയിരിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലുള്ള ലോകാത്ഭുതങ്ങളുടെ മിനിയേച്ചറുകൾ. ഇക്കാണുന്ന വലിയ കെട്ടിടങ്ങളുടെ എല്ലാം ഉള്ളിൽ സിനിമയുമായി ബന്ധപ്പെട്ട സാങ്കേതിക സ്ഥാപനങ്ങളും സന്ദർശകർക്ക് വേണ്ടിയുള്ള ഷോ നടക്കുന്ന ഹാളുകളുമുണ്ട്. പുറം ഭാഗമാകട്ടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാവുന്ന വിധമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫിലിം സിറ്റിയിലെ മറ്റൊരു ആകർഷണമായ രാമോജി ടവറാണ് ഇത്. സിനിമയിൽ പല സന്ദർഭത്തിൽ പല സ്ഥാപനങ്ങളായി ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഇക്കാണുന്ന ഓരോ കെട്ടിടവും വിവിധ ഉദ്ദേശങ്ങൾക്കായി രൂപപ്പെടുത്തിയതാണ്. സിനിമാ ഷൂട്ടിങ്ങും വിനോദസഞ്ചാരവും മാത്രമല്ല, വലിയ ബിസിനസ് മീറ്റുകളും വിവാഹ സൽക്കാരവുമൊക്കെ രാമോജി ഫിലിം സിറ്റിയിൽ നടക്കാറുണ്ട്. ഏതോ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഒരു കാർ. കലാകാരന്മാർ പണിയുന്ന സെറ്റു മാത്രമല്ല, പ്രകൃതിയുടെ യഥാർത്ഥ പശ്ചാത്തലവും ഇവിടെ സിനിമാ ചിത്രീകരണത്തിനായി ഉപയോഗപ്പെടുത്താറുണ്ട്. കൊട്ടാരങ്ങളും ക്ലാസിക് കാലത്തെ മന്ദിരങ്ങളുമൊക്കെ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. സിനിമയിൽ വലിയൊരു കൊട്ടാര കോംപ്ലക്സോ നാടുവാഴിയുടെ ആസ്ഥാനമോ ഒരു പ്രൗഢ മന്ദിരമോ ആയി ഇത് കാണിക്കാനാവും. പലയിടത്തും മിക്ക ദിവസവും സിനിമാ ചിത്രീകരണവും നടക്കുന്നുണ്ടെന്നതാണ് രസകരമായ കാര്യം. ഷൂട്ട് നടക്കുന്ന പ്രദേശത്തേക്കുള്ള ഗേറ്റ് അടച്ച് സന്ദർശകരെ തൽക്കാലം മാറ്റി നിർത്തുകയാണ് പതിവ്. അതേസമയം ഗേറ്റിനു പുറത്തുനിന്ന് ചിത്രീകരണം കാണാനുമാവും. അപ്രതീക്ഷിതമായി ഇഷ്ടതാരത്തെ കാണാൻ ലഭിക്കുന്ന ഒരവസരമായിരിക്കും അത്. അകത്ത് കയറാനാവാത്തതിന്റെ നിരാശയെ മായ്ച്ചു കളയുന്ന വലിയ സന്തോഷമാവും ആ കാഴ്ച സന്ദർശകർക്ക് സമ്മാനിക്കുക. ഇവിടെ അപ്രതീക്ഷിതമായി നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു താരത്തെ കണ്ടേക്കാം എന്ന് രാമോജി ഫിലിം സിറ്റിയുടെ ബ്രോഷറിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്ന ഒരു ബോണസ്. ഒരു താരത്തെ മിന്നായം പോലെയെങ്കിലും ഒന്ന് കാണാനാവുന്നത് ഇവിടെയെത്തുന്ന സാധാരണ സഞ്ചാരികൾക്ക് വലിയൊരു അനുഭവമായിരിക്കുമല്ലോ. ഏതോ സിനിമയുടെ പാട്ടുരംഗത്തിനു വേണ്ടി സെറ്റിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. സ്ഥിരം സെറ്റാണ് ഇത്. എന്നാൽ പുതിയ വർണ്ണങ്ങൾ പൂശിയും തോരണങ്ങളും കൊടിക്കൂറകളും തൂക്കിയും അതിനെ കൂടുതൽ മിഴിവുറ്റതാക്കിയിരിക്കുന്നു. തമിഴ്, കന്നഡ, ഹിന്ദി, ഭോജ്പുരി, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിലെ സിനിമകൾ രാമോജി ഫിലിം സിറ്റിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ഏതോ ഭാഷയിലെ സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സെറ്റാണ് ഇത്. ഇവിടെ വൈൽഡ് വെസ്റ്റ് എന്നൊരു ഭാഗമുണ്ട്. അമേരിക്കൻ കൗബോയ് സിനിമകൾക്ക് പറ്റുന്നത് പോലുള്ള ഒരു വിശാല സെറ്റ്. നീളൻ പാതയും ഇരുവശത്തും കെട്ടിടങ്ങളുമെല്ലാമുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിനിമയിൽ കാലിഫോർണിയൻ മരുഭൂപ്രദേശത്തെ ഒരു ഗ്രാമമോ ചെറുപട്ടണമോ ചിത്രീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ആ സിനിമയുടെ ആർട്ട് ഡയറക്ടറോ സംവിധായകനോ നിർദ്ദേശിക്കുന്ന തരത്തിൽ കെട്ടിടങ്ങളുടെ നിറത്തിൽ മാറ്റം വരുത്താം. ചെറിയ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കാം. ബോർഡുകൾ സ്ഥാപിക്കാം. വഴിയിലേക്ക് ഇറക്കിയിട്ട ചില സാമഗ്രികൾ കൂടിയുണ്ടെങ്കിൽ ഇതൊരു പുതിയ സെറ്റായി മാറുന്നു. മറ്റൊരു സിനിമയിൽ പെയിന്റ് മാറ്റി ബോർഡുകൾ പുനഃസ്ഥാപിച്ച് പുതിയ ചില പ്രോപ്പർട്ടികൾ കൂടി അങ്ങിങ്ങി വെക്കുന്നതോടെ ഇത് മറ്റൊരു ലൊക്കേഷനാവുന്നു. സിനിമയിലെ സംവിധായകന്റെയും കലാസംവിധായകന്റെയും ഛായാഗ്രാഹകന്റെയും കൂടി ഭാവന സംഗമിക്കുമ്പോൾ ഈ ഒരു അടിസ്ഥാന സൗകര്യത്തെ അത്ഭുതകരമായ പല രംഗപശ്ചാത്തലമാക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകനാകട്ടെ അത് കാലിഫോർണിയൻ മരുഭൂമിയിലോ മറ്റോ ഉള്ള യഥാർത്ഥ സ്ഥലത്തെ ചിത്രീകരിച്ചതാണെന്ന വിശ്വാസത്തോടെ അന്തം വിട്ടിരുന്ന് സിനിമ കാണുകയും ചെയ്യുന്നു. സിനിമ എന്നത് വിശ്വസിപ്പിക്കലിന്റെ കലയാണ്. തെറ്റുധരിപ്പിക്കലിന്റെ കലയെന്നും പറയാം. ചീറ്റിംഗ് എന്നത് സിനിമയുടെ ചിത്രീകരണത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കലാസങ്കേതമാണ്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളുമാണ് രാമോജി ഫിലിം സിറ്റിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്.
ഒരു നഗരഭാഗമോ മാർക്കറ്റോ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ലാറ്റിൻ അമേരിക്കയിലെയോ ഏതെങ്കിലും ഒരു പ്രദേശമോ ആക്കി ഇവിടം മാറ്റിയെടുക്കാൻ കലാസംവിധായകന് സാധിക്കും. പലയിടത്തും കാണാം ഇത്തരം കൂറ്റൻ പടിപ്പുരകൾ. സിനിമയ്ക്ക് ഉപയുക്തമാകുമ്പോൾ തന്നെ വിനോദസഞ്ചാരികൾക്ക് അമ്യൂസ്മെന്റ് പാർക്കിന്റെ അനുഭവം പകരാനും ഇത്തരം നിർമ്മിതികൾക്ക് ആവുന്നു. വീണ്ടും നടന്നെത്തുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനിലേക്കാണ്. ഫിലിം സിറ്റിയുടെ അകത്ത് വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രാം ബസ്സുകളുടെ ഒരു സ്റ്റേഷനാണിത്. ഇത്തരം ബസ്സുകളിലാണ് ഫിലിം സിറ്റിക്കകത്തെ പല സെറ്റുകളിലേക്കും ഉദ്യാനങ്ങളിലേക്കുമെല്ലാം പോകുന്നത്. ബസ്സിൽ കയറിപ്പറ്റാൻ ആളുകളുടെ തിരക്കാണ്. ഒരു ബസ്സിൽ ഞാനും കയറി. ബസ്സിൽ ഒരു ഗൈഡുണ്ട്. കടന്നു പോകുന്നിടത്തെ കാഴ്ചകളെക്കുറിച്ച് അവർ ചെറിയ വിവരണമൊക്കെ നൽകുന്നു. പുറത്ത് കാണുന്നതെല്ലാം എന്താണെന്നും അവിടെ സിനിമയുടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നതെന്നും ഗൈഡ് പറയുന്നുണ്ട്. ഫിലിം സിറ്റിയിലെ മുഗൾ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന ഉദ്യാനമാണ് ഈ കാണുന്നത്. മുഗൾ വാസ്തുവിദ്യാ ശൈലിയിൽ പണിത കെട്ടിടങ്ങളുടെയും മകുടങ്ങളുടെയും നല്ലൊരു കാഴ്ച. കൂടുതലായും പാട്ടുകളുടെ ചിത്രീകരണത്തിനാണ് മുഗൾ ഗാർഡൻ ഉപയോഗിക്കുന്നത്. വലിയ പടിപ്പുരയോടുകൂടിയ മതിൽക്കെട്ടിനുള്ളിൽ സുന്ദരമായ ഒരു ഉദ്യാനം തന്നെയാണുള്ളത്. സമ്പന്ന കുടുംബങ്ങളിലെ വിവാഹ പാർട്ടികൾ, വലിയ ഇവന്റുകൾ എന്നിവയും മുഗൾ ഗാർഡനിൽ നടക്കാറുണ്ട്. മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ നാം യൂറോപ്പിലൂടെയോ ഹിമാലയത്തിന്റെ പാർശ്വത്തിലൂടെയോ പോവുകയാണെന്ന് തോന്നും. ഭൂപ്രകൃതിയും മരങ്ങളുമൊക്കെ അത്തരത്തിലുള്ളതാണ്. ഈ ഫൗണ്ടനും അതിലെ ശില്പങ്ങളും ഇത് യൂറോപ്പ് തന്നെ എന്നൊരു ചിന്ത കാഴ്ചക്കാരിൽ ഉണ്ടാക്കും. കരിഷ്മ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാനമാണിത്. ഇത്തരത്തിൽ പല തീമിലുള്ള 12 ഉദ്യാനങ്ങളാണ് രാമോജി ഫിലിം സിറ്റിയിലുള്ളത്. സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും മറ്റാവശ്യങ്ങൾക്കു കൂടി ഉപയോഗപ്പെടുത്താവുന്ന ശക്തമായ കെട്ടിടങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ചിലയിടത്ത് വിപുലമായ ഉരുക്ക് സ്ട്രക്ചറുകൾ കാണാം. സിനിമ സെറ്റിടുന്നതിനുള്ളതാണത്. പലയിടത്തും ഇങ്ങനെ പ്രകൃതിയൊരുക്കിയ സെറ്റുകളുമുണ്ട്. ഈ വലിയ കെട്ടിടങ്ങളിലെല്ലാം യഥാർത്ഥമായി ഇവിടുത്തെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ചിലത് ഹോട്ടലുകളാണ്. എന്നാൽ അവയൊക്കെ തിരക്കഥ ആവശ്യപ്പെടും വിധം ഒരു ബോർഡ് കൊണ്ടോ നിറം മാറ്റം കൊണ്ടോ ചെറിയ രൂപപരിണാമം വരുത്തി സിനിമയിൽ ഉപയോഗിക്കുകയും ചെയ്യും. സിനിമയ്ക്ക് വേണ്ടി എയർപോർട്ടാക്കാവുന്ന ഒരു കെട്ടിടം ഇതാ. മുന്നിൽ കുറച്ച് സുരക്ഷാ ഭടന്മാരും ആളുകളും നിരന്നാൽ സിനിമയിൽ ഇതൊരു തിരക്കുള്ള എയർപോർട്ടായി മാറും. എത്ര മനോഹരമായിട്ടാണ് ഓരോ കെട്ടിടവും ഓരോ ഉദ്യാനവും ഒരുക്കിയിരിക്കുന്നത്. അപ്പാർട്ട്മെന്റുകളും ഷോപ്പിംഗ് മാളുകളുമെല്ലാമായി സിനിമയിൽ ഇടം പിടിക്കാവുന്നവയാണ് ഇവയെല്ലാം. ഒരു മേൽപ്പാലം, റെയിൽവേ സ്റ്റേഷന്റെ സെറ്റാണ് ഇത്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റേഷൻ. മറ്റൊരു സെറ്റിന് മുന്നിൽ ബസ് ചെന്ന് നിന്നു. വേറെയും ബസ്സുകളിൽ ആളുകൾ വന്നിറങ്ങുന്നുണ്ട്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇരുഭാഗത്തും പുരാണ കഥാപാത്രങ്ങൾ കാവൽ നിൽക്കുന്ന ഇടനാഴിയിലൂടെ ഒരു ടെലിവിഷൻ സീരിയലിന്റെ സെറ്റിലേക്കാണ് നടക്കുന്നത്. ETV സംപ്രേഷണം ചെയ്ത ശ്രീഭാഗവതം എന്ന തെലുങ്ക് സീരിയലിന്റെ സെറ്റ് പൊളിക്കാതെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. മെഗാ സീരിയലായിരുന്നു ശ്രീഭാഗവതം. പൗരാണിക കാലത്തെ ചിത്രീകരിക്കാനായി വർണ്ണാഭമായ കൂറ്റൻ സെറ്റു തന്നെയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച സെറ്റാണ്. ഫിലിം സിറ്റിയിൽ ഈ വിധം ഗംഭീരമായി നിർമ്മിക്കപ്പെട്ട സെറ്റുകളെല്ലാം സന്ദർശകർക്ക് കാണുന്നതിനായി നിലനിർത്താനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി ശ്രീഭാഗവതം സെറ്റ് മാറ്റമൊന്നും വരുത്താതെ സംരക്ഷിച്ചു വരികയാണ്. ഇന്ത്യൻ മിഥോളജിയിലെ പ്രദേശങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ അല്പം അതിഭാവുകത്വം കലർന്നവയാണല്ലോ. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെയാണ് രാജ്യസഭയുടെ ഈ സെറ്റ് കാണാനാവുന്നത്. ഇരിപ്പിടങ്ങളിൽ അഭിനേതാക്കൾക്ക് പകരം അവരുടെ അതേ രൂപമുള്ള പ്രതിമകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ചിത്രീകരണ വേളയിൽ ഈ ഇരിപ്പിടങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ മറ്റു സീരിയലുകളിലും സിനിമകളിലും കഥാപാത്രങ്ങളായി മാറിയിരിക്കാം. ശബ്ദപ്രകാശങ്ങൾ കൊണ്ട് കൊട്ടാരത്തിന് മായികമായൊരു ഭാവം നൽകിയിരിക്കുന്നു. ഹസ്തിനപുരത്തെ കൊട്ടാരത്തിന്റെ ഉൾത്തളങ്ങളിലൂടെയാണ് നടക്കുന്നതെന്ന തോന്നൽ സന്ദർശകനിൽ ഉണ്ടാകും വിധമാണ് ഇവിടം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്.
പുരാണ ചിത്രകഥകളിൽ കാണുന്ന രാജസഭ തന്നെ. ഇന്ന് രാമോജി ഫിലിം സിറ്റിയിലെത്തുന്ന സന്ദർശകരുടെ വലിയൊരു ആകർഷണമാണ് ഭാഗവതം സെറ്റ്. ലൈറ്റുകൾ സ്ഥാപിക്കാനും ടെക്നീഷ്യന്മാർക്ക് കയറി നിൽക്കാനുമെല്ലാം ഉള്ള ഭാഗങ്ങളാണ് മുകളിൽ. അതിവിശാലമായ ഒരു ഫ്ലോറിനകം മുഴുവൻ ശ്രീഭാഗവതം സെറ്റായി പരിണമിച്ചിരിക്കുകയാണ്. ആ സെറ്റിന്റെ കാഴ്ചയിൽ അത്ഭുത പരതന്ത്രരായി ആളുകൾ ട്രോളി ബസ്സിലേക്ക് മടങ്ങുന്നു. സിനിമയേക്കാൾ ഉദ്വേഗം പകരുന്ന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. മലയാളികളുടെ ഒരു സംഘം സഞ്ചാരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു. ഒരു ഗ്രാമീണ റെയിൽവേ സ്റ്റേഷന്റെ സെറ്റാണ് അത്. ഇത് ഒരു ജയിലാണ്. കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ജയിലിൽ പ്രവേശിച്ചു കഴിഞ്ഞെന്നാണ് ഗൈഡ് പറയുന്നത്. ജയിൽ വാഹനങ്ങൾ, ചോദ്യം ചെയ്യൽ സ്ഥലങ്ങൾ, തൂക്കുമരം, വാച്ച് ടവർ എന്നിവയൊക്കെ ജയിൽ സെറ്റിൽ കാണാം. ഇരുമ്പുവാതിലുള്ള തടവറകൾ, കൽത്തുറങ്കുകൾ തന്നെ. നാടകീയത നിലനിർത്താനായി ജയിലഴികൾക്കു പിന്നിൽ തടവുകാരുടെ ഓരോ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. സിനിമാ ഷൂട്ടിംഗ് വേളയിൽ ആ പ്രതിമകളൊക്കെ എടുത്തു മാറ്റുകയാണ് പതിവ്. പട്ടാള ബാരക്കുകളായി മാറ്റാവുന്ന സെറ്റുകളും ഇവിടെയുണ്ട്. വയേർഡ് വേലിക്കപ്പുറം വലിയ ബാരക്കുകൾ. സിനിമയ്ക്ക് ആവശ്യമായ വിധത്തിൽ ഇതിന് ചില്ലറ രൂപപരിണാമങ്ങൾ വരുത്താനുമാവും. ജയിലിന്റെ പ്രധാന കവാടമായി ഉപയോഗപ്പെടുത്തുക ഈ ഭാഗമാണ്. സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള നടന്മാർ ഈ ജയിലിൽ ഷൂട്ടിങ്ങിനെത്തിയിട്ടുണ്ടെന്ന് ഗൈഡ് പറയുന്നു. ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിൽ ഈ ജയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. വീണ്ടും നീങ്ങുമ്പോൾ സിനിമയുടെ ഔട്ട്ഡോർ യൂണിറ്റുകളും പവർ വാഗണുകളും കിടക്കുന്നത് കാണാം. ഏതോ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് അവിടെ. തിരക്കഥയുമായി വരൂ, സിനിമയുമായി തിരിച്ചു പോകാം എന്നാണ് രാമോജി ഫിലിം സിറ്റി നിർമ്മാതാക്കളോടും സംവിധായകരോടും പറയുന്നത്. ഒരു സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ട സർവ്വ സംവിധാനങ്ങളും ഈ ഫിലിം സിറ്റിയിലുണ്ടെന്ന് സാരം. ഇന്ത്യയിലെ പ്രമുഖ സാറ്റലൈറ്റ് TV നെറ്റ്വർക്കായ ETVയുടെ തെലുങ്ക്, ഉറുദു ഭാഷകളിലെ സംപ്രേഷണം ഇവിടെ നിന്നുമാണ്. ഈ ഭാഗത്ത് കുറേയേറെ സ്റ്റുഡിയോ ഫ്ലോറുകളുണ്ട്. സൗണ്ട് പ്രൂഫാക്കിയ വലിയ ഓഡിറ്റോറിയങ്ങൾ തന്നെയാണിത്. എയർ കണ്ടീഷൻ ചെയ്ത 2-3 നിലയുടെ ഉയരമുള്ള കൂറ്റൻ ഹാളുകൾ. സിനിമയ്ക്ക് ആവശ്യമായ സെറ്റുകൾ കലാസംവിധായകർ ഇത്തരം ഫ്ലോറുകളിലും ഒരുക്കുന്നു. പുറത്തുനിന്നുള്ള ശബ്ദമോ ആളുകളുടെ ശല്യമോ ഇല്ലാതെ മഴയും വെയിലുമേൽക്കാതെ ഫ്ലോറുകളിൽ ഷൂട്ടിംഗ് നടത്താം. ഇവിടെ പാതയുടെ ഇരുഭാഗത്തും കാണുന്നത് അത്തരം ഫ്ലോറുകളാണ്. അതേസമയം ഇൻഡോർ സെറ്റുകൾക്കായുള്ള കെട്ടിടങ്ങളുടെ പുറംഭാഗം അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നു. യൂറോപ്പിലെയോ അമേരിക്കയിലെയോ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ പോകുന്ന ഫീൽ കിട്ടും വിധമാണ് ഇവയുടെ സജ്ജീകരണം. ഇങ്ങനെ കാണുമ്പോൾ വലിയ അപ്പാർട്ട്മെന്റുകളാണെന്ന് തോന്നും. ഇവയുടെ ഒന്നും ബാൽക്കണികൾക്കുള്ളിലേക്ക് ഒന്നുമില്ലെന്നോർക്കണം. അകത്ത് വേറെ സെറ്റിട്ട് ചിത്രീകരണം നടക്കുകയുമാവും. പുറമേയോ സമ്പന്നരുടെ റെസിഡൻഷ്യൽ ഏരിയയുടെ എല്ലാ ഭാവങ്ങളുമുള്ള ഒരു പട്ടണം ഭാഗം പോലെ തന്നെയുണ്ട്. ഇതാണ് സിനിമാ സെറ്റ്. പ്രേക്ഷകനെ കബളിപ്പിച്ച് യാഥാർത്ഥ്യമെന്ന് വിശ്വസിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. സിനിമയിൽ വരുമ്പോൾ ഇത് വീടുകളും ഷോപ്പുകളും തിയേറ്ററുകളുമെല്ലാമായി മാറുന്നു. ഇതൊക്കെ പൊള്ളയായ സെറ്റുകൾ മാത്രമാണെന്ന് ഓർത്തുകൊള്ളണം. അമേരിക്കയിലെ പ്രൗഢമായ ബൊളവാർഡുകളിലൂടെ പോകുന്നത് പോലെയുള്ള അനുഭവം തന്നെയാണ് ഈ യാത്രയും നൽകുന്നത്. ഫുട്മാളുകളുടെയും ലോകപ്രശസ്ത കമ്പനികളുടെയും ചില ബോർഡുകൾ വെക്കുന്നതോടെ ഇത് അമേരിക്കയിലെ യഥാർത്ഥത്തിലുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു. ഇതൊരു ആശുപത്രി കെട്ടിടത്തിന്റെ സെറ്റാണ്. മുൻഭാഗം ആശുപത്രി പോലെ ആക്കിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഷൂട്ടിംഗ് ഫ്ലോറോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യാലയമോ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. എയർപോർട്ടിന്റെ അറൈവൽ, ഡിപ്പാർച്ചർ ടെർമിനലുകൾ ആവാനുള്ള ഭാഗമാണ് ഇത്. രാമോജി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ETVയുടെ സ്റ്റുഡിയോ ഫ്ലോറുകളും അപ്ലിങ്കിംഗ് ഫെസിലിറ്റികളും ഇവിടെയാണുള്ളത്. അതേസമയം കെട്ടിടത്തിന്റെ പുറംഭാഗം ഏതോ സിനിമയ്ക്ക് വേണ്ടി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കിയതിന്റെ അവശേഷിപ്പുകളും കാണുന്നുണ്ട്. ഇങ്ങനെ രസകരമാണ് രാമോജി ഫിലിം സിറ്റിയിലെ ഓരോ കാഴ്ചകളും. ഇവിടെ വലതുവശത്ത് ചുവന്ന തിരശ്ശീലകൾ തൂക്കിയ വലിയൊരു കെട്ടിടം കാണാം.
ചന്ദ്രമുഖി എന്ന രജനീകാന്ത് ചിത്രത്തിലെ കൊട്ടാരം ഇതായിരുന്നു. അങ്ങനെ നിരവധി സിനിമകളിൽ ആ കെട്ടിടം ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഉരുക്ക് സ്ട്രക്ചറുകൾക്കും പ്രാധാന്യമുണ്ട്. സിനിമയിൽ വലിയ കെട്ടിടങ്ങൾ തകർക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ ചട്ടക്കൂടിന് മേൽ പ്ലൈവുഡ് പോലുള്ള വസ്തുക്കൾ കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യഭാഗം പണിത ശേഷം ഷൂട്ടിംഗ് വേളയിൽ അത് തകർക്കുകയാണ് ചെയ്യുക. കരിഷ്മ ഗാർഡൻ അരികെ ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാമോജി ഫിലിം സിറ്റി അഭിമാനിക്കാവുന്ന ഒരു സംരംഭം തന്നെയാണ്. 8 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ്. 500-ലധികം സെറ്റുകളാണ് ഇവിടെയുള്ളത്. 50 സ്റ്റുഡിയോ ഫ്ലോറുകൾ വേറെ. ഡിജിറ്റൽ ഫിലിം ഫെസിലിറ്റി, ഹൈടെക് ലബോറട്ടറികൾ തുടങ്ങി നിരവധിയായ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. സിനിമ ഷൂട്ട് ചെയ്യാം, വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാം, ഹോട്ടലുകളിൽ താമസിക്കാം, വിവാഹം ഉൾപ്പെടെയുള്ള വിപുലമായ ചടങ്ങുകൾ നടത്താം, കലാനിശകൾ സംഘടിപ്പിക്കാം. എന്തിനും രാമോജി ഫിലിം സിറ്റിയിൽ സൗകര്യമുണ്ട്. ആത്യന്തികമായി ഇതൊരു സിനിമാ സ്റ്റുഡിയോ ആണ് താനും. തെലങ്കാനയുടെ തീർത്തും വരണ്ട ഭൂമിയിലാണ് ഈ പച്ചപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വൃത്തിയോടെയും ഭംഗിയോടെയും സജീവതയോടെയും നിലനിർത്തുന്നതിലെ മനുഷ്യാധ്വാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. കുന്നും മലകളുമെല്ലാം കയറിയും ഇറങ്ങിയും പോകുമ്പോൾ ചില ഭാഗങ്ങൾ യൂറോപ്പിനെ അനുസ്മരിപ്പിക്കുന്നു. മറ്റു ചിലയിടത്ത് ഇന്ത്യൻ ഭൂപ്രകൃതി തന്നെ. ചൈനയെ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യമുള്ള ഭാഗങ്ങളുണ്ട്. വേറെ ചില ഭാഗങ്ങൾക്ക് ലാറ്റിൻ അമേരിക്കയുടെ പ്രകൃതമാണ്. നിർമ്മിക്കുന്ന സിനിമ ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ ഏതു ഭാഗത്തെ പശ്ചാത്തലമാണോ അത് രാമോജി ഫിലിം സിറ്റിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ലഭിക്കുക തന്നെ ചെയ്യും. പാതയോരത്തും കുന്നിൻ ചെരുവുകളിലും പല പല കെട്ടിടങ്ങൾ കാണാം. ചിലത് മണ്ഡപങ്ങൾ, ചിലത് ക്ഷേത്രങ്ങൾ പോലെയുള്ളവ, പല ആകൃതിയിലുള്ള ഉദ്യാനങ്ങൾ. അങ്ങനെ 2000 ഏക്കർ വരുന്ന രാമോജി ഫിലിം സിറ്റിയുടെ ഭാഗങ്ങളിലൂടെ ഏതാണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോയുടെ വൈപുല്യത്തെ ഏതാനും മണിക്കൂർ കൊണ്ട് ഞാനൊന്ന് ക്യാമറയിലാക്കി കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാമോജി ഫിലിം സിറ്റി പ്രേക്ഷകർ നേരിട്ട് തന്നെ സന്ദർശിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ കടയിൽ നിന്ന് ലഘുഭക്ഷണവും ഒരു ചായയും കഴിച്ച് ഞാൻ ബസ്സിലേക്ക് കയറി രാമോജി ഫിലിം സിറ്റിയിൽ നിന്നും മടങ്ങുകയാണ്. എൻ്റെ മടക്കയാത്രയിൽ ബസ്സിൽ അധികം ആളുകളില്ല. സ്റ്റുഡിയോകളിലെ കാഴ്ചകളിലേക്കുള്ള അടുത്ത സംഘത്തെയും കൊണ്ട് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ട്രോളി ബസ്സുകൾ. ഈ സമയം ഞാൻ രാമോജി ഫിലിം സിറ്റി എന്ന മഹാവിസ്മയത്തോട് മനസ്സുകൊണ്ട് യാത്ര പറയുന്നു. തികഞ്ഞ ഭാവനയോടെ ഇത്തരമൊരു ഫിലിം സിറ്റി യാഥാർത്ഥ്യമാക്കിയ രാമോജി എന്ന വലിയ മനുഷ്യനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആയിരങ്ങളും തീർച്ചയായും ഇന്ത്യയുടെ അഭിമാനമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ഇന്ത്യയിൽ തുടങ്ങാനുള്ള തൻ്റെ ഇടവും ഇന്ത്യക്കാർക്ക് ഇതെല്ലാം സാധിക്കുമെന്ന് തെളിയിച്ച പ്രയത്നവും വിസ്മരിക്കാവുന്നതല്ല. നൂതനാശയങ്ങൾ നടപ്പാക്കി വിജയിപ്പിക്കുന്ന ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളുടെ സംരംഭകത്വ ദീർഘദർശിത്വത്തെ മനസ്സാ നമിക്കുന്നു. കേരളത്തിൽ ചിത്രാഞ്ജലി എന്ന ഫിലിം സ്റ്റുഡിയോയെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനാവാത്ത നമ്മൾ മലയാളികൾ കണ്ടു പഠിക്കേണ്ടതാണ് തെലുങ്കിൻ്റെ വൈദഗ്ധ്യവും ഇച്ഛാശക്തിയും. നമ്മേക്കാൾ താഴെയുള്ളവരാണെന്ന വൃഥാചിന്ത നാം വെച്ചു പുലർത്തുന്ന എത്രയോ നാടുകളിലെ ആളുകൾ തങ്ങളുടെ നാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാഴ്ച. ശരിക്കും കേരളത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതിഭകളെല്ലാം നാടുവിട്ട് ഗൾഫിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ചേക്കേറുകയാണല്ലോ. അതേസമയം ആന്ധ്രയിലെ പ്രതിഭകളെ തെലുങ്ക് നാട് ഉപയോഗിക്കുന്നതിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ആന്ധ്രയുടെ മണ്ണിൽ എത്രയോ സംരംഭകർ വൻ വിജയം കൊയ്തിരിക്കുന്നു. ഇത് ഫിലിം സിറ്റിയിലെ ഒരു ഹോട്ടലാണ്. ഇത്തരത്തിൽ പല ഹോട്ടലുകളുണ്ട് ഇവിടെ. സിനിമാ പ്രവർത്തകർക്ക് മാത്രമല്ല, സാധാരണ സന്ദർശകർക്കും രാമോജി ഫിലിം സിറ്റിയിലെ ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കാം. അങ്ങനെ ഹോട്ടലിൽ താമസിക്കുമ്പോഴാവും നിങ്ങൾ ഇടനാഴിയിൽ വെച്ച് ഒരു താരത്തെ കണ്ടുമുട്ടുന്നത്. അതായിരിക്കും ഹോട്ടലിൽ താമസിക്കുന്നതിൽ നിന്ന് സന്ദർശകർക്ക് ലഭിക്കുന്ന ബോണസ് എന്ന് ഫിലിം സിറ്റി ഓർമ്മിപ്പിക്കുന്നു. ഒടുവിൽ രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ അവരുടെ സ്വന്തം ബസ് സ്റ്റേഷനിൽ ബസ് ചെന്നു നിന്നു. ഞാൻ യാത്ര പറയുകയാണ്. ഹൈദരാബാദിൽ നിന്ന് കുറച്ചു കാഴ്ചകൾ കൂടി പകർത്താനുണ്ട്. ബാബ കാറുമായി എത്തി. രാമോജി ഫിലിം സിറ്റിയിൽ നിന്നും ഹൈവേയിലേക്ക് നീങ്ങുകയാണ്.
ഇനി അല്പം ഭക്ഷണം കഴിക്കണം. പിന്നെ ഹൈദരാബാദിലെ അത്ഭുതപ്പെടുത്തുന്ന 1-2 കാഴ്ചകളിലേക്ക് കൂടി പോവുകയും വേണം. ഹൈദരാബാദിൽ നിന്ന് വിജയവാഡയിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേയാണ് മുന്നിൽ. പണ്ട് ഹൈവേയുടെ ഓരത്തെ ഉണങ്ങി വരണ്ട ഒരു ചെറു ഗ്രാമമായിരുന്നു അനജ്പൂർ. ആ ഗ്രാമത്തിലാണ് ഇന്ന് അത്ഭുതങ്ങളുടെ ഫിലിം സിറ്റി ഉയർന്നു നിൽക്കുന്നത്. കാർ ഹൈദരാബാദ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്.